ആരോഗ്യമന്ത്രിയുടേത് പരിക്ക് നാടകമെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ്. മന്ത്രിയെ KSU ആക്രമിച്ചതായ വ്യാജ പ്രചാരണത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയും സ്പീക്കറുമാണ്. KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചതിന് ഒരു തെളിവ് പോലുമില്ലെന്നും ഷമ്മാസ് കണ്ണൂരിൽ പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പരിക്ക് നാടകത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം സ്പീക്കർ AN ഷംസീറിലൂടെ നടപ്പാക്കിയതാണ് ഈ നാടകം. KSU പ്രവർത്തകർ മന്ത്രിയെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് FIR-ൽ പറയുന്നത്. CCTV ദൃശ്യത്തിൽ തലങ്ങും വിലങ്ങും തപ്പിയിട്ടും KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യം കിട്ടിയിട്ടില്ല. ഓരോ ദിവസവും ഓരോ ക്യാപ്സ്യൂളുകൾ ഇറക്കുമ്പോഴും അത് ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് കാണുന്നതെന്നും ഷമ്മാസ് പറഞ്ഞു. ഈ പറഞ്ഞ ഇന്നലെ മുതൽ ഈ സമയം വരെ തലങ്ങും വിലങ്ങും തപ്പി നിങ്ങളായ മാധ്യമപ്രവർത്തകരോടെല്ലാം ആ സമയത്തുണ്ടായിരുന്നവരോടെല്ലാം ചോദിച്ചിട്ടുണ്ടാവും ഉള്ള ദൃശ്യങ്ങളെല്ലാം. എവിടെയും അരിച്ചു പിറക്കിയിട്ടും കിട്ടിയില്ല. അവസാനം കിട്ടിയെന്താ? MV ജയരാജൻ സാക്ഷാൽ കണ്ണൂരിലെ പ്രധാന നേതാവും CPM-നെ സംബന്ധിച്ച് CPM-ന്റെ ക്യാപ്സ്യൂൾ മുതലാളിയും ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ചുമതല വഹിക്കുന്ന സാക്ഷാൽ MV ജയരാജൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, കറുത്ത തുണി കരിങ്കൊടി ഉപയോഗിച്ച് മന്ത്രിയുടെ വലത് കഴുത്തിൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് പുറത്തുവിട്ടു. ആരുടെയാ? എന്ത് ദൃശ്യമാണ് ഈ പറഞ്ഞ ഇതാ ഞങ്ങളുടെ ദൃശ്യം പുറത്തുവിടുന്നുവെന്ന് പറഞ്ഞ് വലിയ കൊട്ടിഘോഷിച്ച് CPM പുറത്തുവിട്ടത്? ഈ മന്ത്രിയുടെ വലതുവശത്ത് നിൽക്കുന്ന ഗൺമാനായ ഇപ്പോൾ ഈ കേസിലെ പരാതിക്കാരനായ അഭിലാഷിൻ്റെ ചിത്രം. ഈ പറഞ്ഞ ഇതിലും കാണുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ കറുപ്പാണ്. യഥാർത്ഥത്തിലൊരു കടും നീല നിറമുള്ള അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ധരിച്ച വസ്ത്രത്തിൻ്റെ ഭാഗം കാണിച്ചിട്ടാണ് MV ജയരാജൻ എന്ത് ചെയ്തത്? KSUക്കാർ ആക്രമിച്ചു എന്നൊന്ന്. ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്നും മൂന്നാം പ്ലാറ്റ്ഫോമിലേക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ കരിങ്കൊടി സമരത്തിന് ശേഷവും മന്ത്രി നടന്നു പോകുന്നുണ്ട്. പിന്നീട് സ്പീക്കർ മന്ത്രി വീണ ജോർജുമായി സംസാരിച്ചതിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിലൂടെ വിളിച്ചു. വീണ ജോർജ് മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോഴും ആക്രമിച്ചു എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. ഇതിനിടെ സ്പീക്കറാണ് പരിക്ക് എന്ന് പറഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങളും ഷമ്മാസ് പുറത്തുവിട്ടു. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളുണ്ടായി. എനിക്കിപ്പോ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോ എനിക്ക് കഴുത്താനക്കാനും അത് രണ്ട് വിഭാഗക്കാരും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. ശരി. ഞാൻ CPM ജില്ലാ സെക്രട്ടറി ഷംസീർ വിളിച്ചത് വീണ ജോർജിനെ ഉപയോഗിച്ച് കലാപം സൃഷ്ടിക്കാനായിരുന്നുവെന്നും ഷമ്മാസ് ആരോപിച്ചു. അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് തയ്യാറാക്കിയ FIR-ലടക്കം പൊരുത്തക്കേടുണ്ടെന്നും ഷമ്മാസ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.